ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 തിമോത്തിയോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഭാഗത്തു നിന്ന് ഉള്ള സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, വളരുന്ന ദൈവമക്കളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മൾ ഒരു ചെടി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആ ചെടി വളരുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? ചെടി നട്ടുപിടിപ്പിച്ച് 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിന് പുതിയ ഇലകൾ വരുന്നതും അതിന് പുതിയ ശാഖകൾ വരുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെയും കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാത്തിരിക്കുമ്പോൾ ആ ചെടിക്ക് ഒരു ഉയരം വെക്കുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ അത് ഏത് തൈയാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചത്, ആ തൈയുടെ ഫലം കായ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ചെടി വളരുന്നുണ്ടോ എന്ന് നമുക്കത് പുറമേ നിന്ന് നോക്കുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഒരു ദൈവമകളുടെ അല്ലെങ്കിൽ ദൈവമകൻ്റെയും വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദൈവമകൻ വളരുന്ന വ്യക്തിയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ എങ്ങനെ വളരുന്ന ദൈവമക്കളുടെ പ്രത്യേകതകൾ എങ്ങനെ കാണാനായിട്ട് സാധിക്കും? അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ എത്ര ദൈവം നമുക്ക് തന്നത്. ഒന്നാമതായിട്ട് വളരുന്ന ദൈവമക്കളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അവർ കൃപാവരം ജ്വലിപ്പിക്കുന്ന വിശ്വാസികളായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ദൈവം നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ സഭയിൽ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്നിട്ടുള്ള കൃപാവരം ഏതാണെന്ന് കണ്ടെത്തുകയും അത് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ദൈവത്തിൻ്റെ സഭയിൽ ഫലകരമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നാം മാറാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു വാക്കാണ് ഉപയോഗിച്ചത്, ജ്വലിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു തീയെ നമ്മൾ എങ്ങനെയാണ് അത് കൂടുതൽ ആളിക്കത്തിക്കുന്നത്? അതിലേക്ക് ഒരു ചെറിയ തീയിലേക്ക് അത് ചെറിയ കാറ്റ് കൊടുക്കുകയാണെങ്കിൽ, അധികം ഊതുകയാണെങ്കിൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, അടുപ്പിലേക്ക് നമ്മൾ ഊതിയാണല്ലോ തീ ആളിക്കത്തിക്കുന്നത്. അതുപോലെ ദൈവം നമുക്ക് തന്നതായിട്ടുള്ള ഗിഫ്റ്റുകൾ അത് ഏതാണെന്ന് കണ്ടെത്തി അതിനെ കൂടുതൽ ജ്വലിപ്പിച്ച് ദൈവത്തിൻ്റെ സഭയിൽ കൂടുതൽ ഫലകരമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൃപാവരത്തെ ഇങ്ങനെ ജ്വലിപ്പിക്കുന്ന വ്യക്തികൾക്ക് നന്നായിട്ട് ഒരു വളരുന്ന വ്യക്തിയായിട്ട് തീരാനായിട്ട് സാധിക്കും. തൻ്റെ ശുശ്രൂഷകൾ പല തലങ്ങളിൽ ദൈവത്തിൻ്റെ സഭയെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വായിക്കുന്നതിന് അത് നമുക്ക് തന്നിരിക്കുന്ന ആ കൃപാവരം അത് ദൈവസഭയുടെ കെട്ടുപണിക്കായിട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് 8-ാമത്തെ വാക്യം എന്ന് പറയുന്നത്: അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. വളരുന്ന ദൈവമക്കളുടെ ആ പ്രത്യേകത എന്ന് പറയുന്നത് അവർ കഷ്ടം സഹിക്കാൻ മനസ്സുള്ളവരാകും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഷ്ടം സഹിക്കാനായിട്ട് മനസ്സുള്ളവരാകും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രതി ഉണ്ടാകുന്ന ഏത് വിധത്തിലുള്ള പ്രതിസന്ധികളും അത് മനസ്സോടെ ഏറ്റെടുക്കാനും മനസ്സോടെ സഹിക്കാനും അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഒരു പച്ച ഇരുമ്പ്, ആ ഇരുമ്പ് കൊല്ലൻ ഉലയിൽ ഇങ്ങനെ ഉരുക്കി അതിനെ അടിച്ച് പരത്തി ഒരു മൂർച്ചയേറിയ ആയുധമാക്കി മാറ്റുന്ന ആ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു ദൈവമകൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അത് കൊടുക്കുമ്പോൾ കഷ്ടത എന്നുള്ള ഒരു തീച്ചയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ മെനയ്ക്കപ്പെട്ട് ഒരു നല്ലൊരു ആയുധമായിട്ട് മാറുന്ന ഒരു അനുഭവമാണ് ക്രിസ്ത്യ ജീവിതത്തിലെ കഷ്ടത എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിലെ പല കഷ്ടതകളും തീച്ചൂളയ്ക്ക് സമമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കഷ്ടം സഹിക്കാനായിട്ട് മനസ്സുള്ള വ്യക്തികൾ അവർ ഒരു വളരുന്ന ദൈവമക്കളാണ് നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കും.
മൂന്നാമത് എന്ന് പറയുന്നത് അതിലെ 12-ാമത്തെ വാക്യത്തിലാണ്. അതിങ്ങനെയാണല്ലോ വായിക്കുന്നത്: അതിനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ആഴമായിട്ട് വിശ്വസിക്കുന്ന ഒരു 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 വ്യക്തിയാണ് വളരുന്ന ദൈവമകൻ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ ആഴമായിട്ട് വിശ്വസിക്കുക, കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളിൽ ആഴമായിട്ട് ആശ്രയം വയ്ക്കുക. അങ്ങനെ ചെയ്യുന്ന വ്യക്തി വളരുന്ന വ്യക്തിയാണെന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ അന്റാർട്ടിക്കയിൽ അവിടെയുള്ള മഞ്ഞുമലകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ പോയിട്ടുള്ള ചില മനുഷ്യരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പുറമേ കാണുന്ന ഈ മഞ്ഞുമല അതല്ല അതിൻ്റെ യഥാർത്ഥ വലിപ്പം എന്ന് പറയുന്നത്. അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ആ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് കിടക്കുന്ന ആ താഴ്ഭാഗത്ത് അത്രത്തോളം, അതിനേക്കാളും ഒക്കെ എത്രയോ ഇരട്ടി താഴ്ച അതിൻ്റെ അടിയിലേക്ക് ഉണ്ട് എന്ന് അവർ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയാണ് വാസ്തവത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവിനോടുള്ള വിശ്വാസം. നമ്മുടെ ഹൃദയത്തിലെ ഓരോ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത് എത്രത്തോളം പലരിലും അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു സമുദ്രത്തിലെ മഞ്ഞുമലയുടെ ആഴത്തോളം ഉള്ള ഒരു വിശ്വാസം, ആഴമായ വിശ്വാസം ഉള്ള വ്യക്തികളാണ് വളരുന്ന ദൈവമക്കൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ 13-14 വാക്യത്തിൽ ഇവിടെ ഇങ്ങനെ കാണുന്നു: എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയായിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ എന്താണ് ഒരു മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് വളരുന്ന ദൈവമക്കൾ എന്ന് പറയുന്നത്. അമാതൃകയോടുകൂടി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ, അങ്ങനെ ദൈവസഭയിൽ അങ്ങനെ അധികം വളരുവാനായിട്ട് സാധിക്കില്ല. അവരെന്നും കർത്താവിന് അപമാനമായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അങ്ങനെയല്ല, വളരുന്ന വ്യക്തികൾ അവർ മറ്റുള്ളവരുടെ മുമ്പാകെ നല്ലൊരു മാതൃക അവർ വെക്കുന്നവരാണ് എന്ന് ഇവിടെ അപ്പോസ്തലനായിട്ട് പൗലോസ് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ വചനം കേട്ടനുസരിച്ച് ആ വിശ്വാസത്തോടുകൂടെ മാതൃകയാക്കുക. മറ്റുള്ളവർക്ക് മാതൃകയോടുകൂടെ, അതായത് വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും എല്ലാം ആ മാതൃക കാണണമെന്നാണ് അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുത്തെ സന്ദേശം നിർത്തുന്നു. വളരുന്ന ദൈവമക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ കണ്ടു. 1, അവർ കൃപാവരം ജ്വലിപ്പിക്കുന്നവരാണ്. 2, കഷ്ടം സഹിക്കുന്നവരാണ്. 3, ക്രിസ്തുവിനെ ആഴമായിട്ട് സ്നേഹിക്കുന്നവരാണ്. 4, മാതൃകയുള്ള ജീവിതം നയിക്കുന്നവരാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ.